നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക് ഫ്രൈ ആണ്. ഡീപ്പ് ഫ്രൈ വേണ്ട, നമുക്ക് അത്യാവശ്യം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുന്നേ സോയ ചങ്ക്സ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് നല്ലതുപോലെ വെള്ളം പിഴിഞ്ഞ് വാർന്ന് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളത് ചെറിയ പീസസാക്കി അരിഞ്ഞ് വെക്കണം. വലുതായിട്ട് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, പക്ഷേ നമ്മൾ ചെറിയ പീസസ് ആക്കുന്നതാണ് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലത്. ചെറിയ പീസസ് ആക്കി എല്ലാം ഏകദേശം ആയി കഴിഞ്ഞു. അതിനുശേഷം അതിന് ചേർക്കേണ്ട അതിനായിട്ട് ഒരു സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെക്കുക. നമ്മൾ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ സവാള അതിലേക്ക് വഴറ്റാനായിട്ട് ഇടുക. പിന്നെ വേണ്ടുന്ന മസാല ചേർക്കാം നമുക്ക്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന മസാല ചങ്ക്സ് സോയ ചങ്ക്സ് നമ്മളതിലേക്ക് ചേർക്കണം. ചേർത്ത് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ അതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത്തിരി നേരം അടച്ചു വെച്ച് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായി ഇളക്കി കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നല്ല ഡീപ്പ് ഫ്രൈയും വേണം ചെയ്യാൻ, ചെറുതായിട്ട് അത്രയും ഫ്രൈ വേണ്ടാത്തവർക്ക് അങ്ങനെയും അവരവരുടെ ഇഷ്ടം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ ഫ്രൈ ആണ്. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന് ചപ്പാത്തിയുടെ കൂടെയോ പിള്ളേർക്ക് സ്കൂളിലെ ചോറിൻ്റെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ല ഒന്നാന്തരം ഒരു സൈഡ് ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.